മാനേജറിയൽ എക്കണോമിക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് പഠിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ, ഒരു മാർക്കറ്റിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്തെന്ന് പഠിച്ചു. അതേപോലെ തന്നെ മൊണോപ്പൊളി എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. എന്താണ് monopolistic competition? A monopolistic competition refers to a market situation in which competition is imperfect. It is market structure in which relatively many firms supply similar but differentiated product, with each firm having limited degree of control over price. Monopolistic competition എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. ഇത് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് പെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും വിൽക്കുന്നത്. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ മെനി ഫേംസ്, ഒരുപാട് കമ്പനികൾ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യും. അത് സിമിലറാണ്, അതായത് സിമിലർ പ്രോഡക്റ്റാണ്, പക്ഷേ അത് ഡിഫറൻഷിയേറ്റഡ് ആണ്. എങ്ങനെ ഡിഫറൻഷിയേറ്റ്? വിത്ത് ഈച്ച് ഫേം, ഓരോ ഫേമിനും അവരുടെ പ്രോഡക്റ്റിൽ ലിമിറ്റഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ. ഓക്കെ, അണ്ടർ monopolistic competition, the goods produced by different sellers are not homogeneous as under perfect competition. Products are differentiated by several brands and trade. നമ്മൾ നേരത്തെ പറഞ്ഞു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ്. ഇവിടെ വ്യത്യാസം വരുന്നത് ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ വ്യത്യസ്ത ബ്രാൻഡുകളായിരിക്കും. ഇപ്പോൾ സോപ്പ്, ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയാണ് സോപ്പ്. സോപ്പ് തന്നെ നമ്മൾക്ക് സെവറൽ ബ്രാൻഡിൽ നമ്മൾക്ക് കിട്ടും. അതിൽ ഓരോന്നിൻ്റെയും വ്യത്യാസം, പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾക്കറിയാം, നമ്മുടെ ഇതിൽ ലഭിക്കുന്നത് ലെക്സ്, പിയേഴ്സ്, ചന്ദ്രിക, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സോപ്പ് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അവരുടെ ഓരോ പ്രൈസും ഫിക്സ് ചെയ്യുന്നത് കോമ്പറ്റീറ്ററുടെ പ്രൈസിനനുസരിച്ചാണെങ്കിൽ പോലും പ്രൈസ് നിശ്ചയിക്കാനുള്ള, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു പവർ ആരുടെ അടുത്തുണ്ടായിരിക്കും? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് സുനിശ്ചിതമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Monopolistic competition is a combination of both the perfect competition and monopoly. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. ഇതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് എങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ്? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയും കൂടി ചേർന്ന് അതിനിടയിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾക്ക് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ഈ മാർക്കറ്റ് സിറ്റുവേഷനിൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും. അണ്ടർ ദർ ആർ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഓഫ് ഫേംസ്, ബട്ട് ദിസ് ഈസ് നമ്പർ ഓഫ് സോ ലാർജ് അണ്ടർ പെർഫെക്റ്റ്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും കൂടുതലല്ല, പക്ഷേ കുറച്ച് കൂടുതലായിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് product differentiation. The most important characteristics of monopolistic competition, the products of different firms are differentiated on the basis of brands. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പ്രോഡക്റ്റിലുള്ള ഡിഫറൻസിയേഷനാണ്. അത് പ്രോഡക്റ്റിലുള്ള ഡിഫറൻസിയേഷൻ ഡിഫറെൻറ്റ് ബ്രാൻഡുകളായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദർ ആർ ലാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പ്, അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റുകൾ ഡിഫറെൻറ്റ് ബ്രാൻഡുകളുണ്ട്. അതുപോലെയുള്ളതാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്.
ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ കമ്പനികൾക്ക് ഫ്രീ എൻട്രിയാണ്, ഫ്രീ ആയിട്ട് അവർക്ക് തന്നെ എക്സിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫോംസ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ സെവറൽ ഫോംസ്. നമ്മൾക്കറിയാം മൊണോപ്പൊളിസ്റ്റിക് there are several forms competing with one another in selling the differentiated product. These forms do not come together into combination of the form of industry. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റുകൾ വ്യത്യസ്ത കമ്പനികൾ രൂപീകരിച്ച് അവർ ഒരു അണ്ടറിൽ വരാതെ തന്നെ അവർ തമ്മിൽ മത്സരിക്കുന്ന തരത്തിലാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ ഓഫ് ഫേംസ് ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഉണ്ടാവില്ല. അടുത്തതാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, അതേപോലെ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ്. ഇതെല്ലാം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. Imperfect competition is a much wider and more comprehensive term than monopolistic competition. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ അല്ലാത്തതിനെ നമുക്ക് ഇംപെർഫെക്റ്റ് സിറ്റുവേഷൻ എന്ന് പറയാം. അവിടെ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും, കോമ്പറ്റീഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതലായിരിക്കും. ഇതെല്ലാം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിന് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈസ് ദ monopolistic competition is only one of the many subcategories of imperfect. Imperfect competitionൻ്റെ സബ് കാറ്റഗറീസിൽ വരുന്ന ഒരു ഭാഗം മാത്രമാണ്, ഒന്ന് മാത്രമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിമാൻഡ് ഓർ AR കർവ്, അവിടെ ഞാൻ 4 എന്നാണ് എഴുതിയിട്ടുള്ളത്, അതൊന്ന് മാറ്റി വഴിക്കണം. ഡിമാൻഡ് ഓർ AR കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും. ദ ഡിമാൻഡ് കർവ് ഓർ ആവറേജ് റവന്യൂ കർവ് അണ്ടർ monopolistic competition is neither horizontal or nor identical to the demand curve. As in the case of monopoly, it stands midway between the. മൊണോപ്പൊളിയെ പോലെ ഹൊറിസോണ്ടൽ ആയിരിക്കും എന്നല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് വരുന്നതിനെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കർവ്. അത് നെയ്തർ ഹൊറിസോണ്ടൽ ഓർ നോർ ഐഡൻറ്റിക്കൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ദ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് ഫ്ലാറ്റർ ദാൻ ദാറ്റ് അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിയേക്കാളും ഫ്ലാറ്റർ ആയിട്ടായിരിക്കും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ്. ദ ഡിമാൻഡ് ഓർ എയർ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഡിമാൻഡ് കർവും അതേപോലെ തന്നെ ആവറേജ് റവന്യൂ കർവും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദ ഫോംസ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എൻജോയ് സം കൺട്രോൾ ഓവർ മാർക്കറ്റ് സപ്ലൈ ആൻഡ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള കമ്പനികൾ അവരുടെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ അവർക്കൊരു പവറുണ്ട്, കൺട്രോളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസൺ. ഇതിൻ്റെ റീസൺസ് എന്താണ്, ഇതിന് ഫ്ലാറ്റർ ആവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താണെന്നുള്ളത്. ദർ ആർ ഫ്യൂവർ ഫോംസ് ദാൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും കുറച്ച് ഫേമുകളാണ് എന്തുള്ളത്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ളത്. The products are not homogeneous but differentiated, hence firms enjoy some monopoly. പ്രോഡക്റ്റുകൾ ഇതല്ല, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളല്ല മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്മൾക്കുള്ളത്. ബട്ട് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഹെൻസ് ഫേംസ് എൻജോയ് സം മോണോപ്പൊളി. പക്ഷേ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ ഫേംസ് അവരുടെ പ്രൈസ് നിശ്ചയിക്കുന്നതിൽ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് നിശ്ചയിക്കുന്നതിൽ മൊണോപ്പൊളി ആയിട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള പ്രൈസ് നിശ്ചയിക്കുന്നതിൽ. ദർ ഈസ് എ സം ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ബിക്കോസ് ദ പ്രോഡക്ട്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ
പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ പ്രോഡക്ട്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അവിടെ നമ്മുടെ സെയിം പ്രോഡക്റ്റ് വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. Price and output determination under monopolistic competition. Under monopolistic competition, the price is determined at the point at which MR and MC are equal, because at this point ഇവിടെ മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്താണ് അതിനുള്ള കാരണം? അവിടെയാണ് ആ ഒരു കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് is short run equilibrium of a firm. In short period, the firm does not have time to change its scale of plant and all. Firm will enter in the market. ഷോർട്ട് റണ്ണിൽ നമ്മൾക്കറിയാം അവിടെ പ്ലാന്റ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. നമ്മൾ സ്കെയിൽ ഓഫ് സപ്ലൈ ഉയർത്തണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളതൊന്നും പറ്റില്ല. അതേപോലെ തന്നെ പുതിയ കമ്പനികളൊന്നും ഷോർട്ട് പീരീഡിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്യില്ല, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവിടെ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഫേംസ് മേ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഫേംസ് കിട്ടും സൂപ്പർ നോർമലായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫേംസിന് നോർമൽ പ്രോഫിറ്റും അതല്ലെങ്കിൽ സീറോ എക്കണോമിക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ഫേം മേ ഇൻക്വർ ലോസ്. ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യാം, ലോസിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഒരു കമ്പനിയുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്, അതായത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആവുമ്പോഴാണ്. അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആവുക. അതേപോലെ തന്നെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിന് ഈക്വൽ അല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഫേം ഏറ്റവും കൂടുതൽ മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ദ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വിൽ ബി അറ്റ് ദ ലെവൽ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അണ്ടർ ഷോർട്ട് റൺ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ എന്തല്ല, ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിന് ഈക്വൽ അല്ല. ഇവിടെ എന്ന് പറയുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഇതാണ് ഇവിടെ ഓൾ ദ ഫേം ഗെറ്റ് നോർമൽ ഫേം പ്രോഫിറ്റ്. ഇവിടെ കൂടുതൽ ഫേമിനും നമ്മൾക്ക് എന്ത് ചെയ്യും, നോർമൽ പ്രോഫിറ്റ് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ലോസ് ഉണ്ടാവുകയില്ല. സീറോ എക്കണോമിക് പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. വേസ്റ്റേജസ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയും. അൺയൂസ്ഡ് കപ്പാസിറ്റി. Under monopolistic competition, a firm's equilibrium output is less than its optimum. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കമ്പനികൾ അവരുടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എത്തുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമം ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. അവർ ഒപ്റ്റിമം ഔട്ട്പുട്ടിൽ നിന്ന് ഒരുപാട് താഴെയായിരിക്കും ഫേംസിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അവ അൺയൂസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റികൾ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കമ്പനികളിൽ വരുന്ന വേസ്റ്റേജ് അവരുടെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ നമ്മൾക്കറിയാം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള
പ്രോഡക്റ്റുകൾക്കാണ്. ഇപ്പോൾ നമ്മൾ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇവിടെയൊക്കെ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിന് ഓരോ കമ്പനികളും ഒരുപാട് തുകകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. അണ്ടർ മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ ദ റിസോഴ്സസ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് അപ് ടു ദ മിനിമം പോയിൻ്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഇൻഎഫിഷ്യൻസി കൺസ്യൂമേഴ്സ് ആർ inefficiency. Under monopolistic competition, there are large number of inefficient firms. These are not advantageously placed to produce more or reduce their price. They continue their business without leaving space for others. ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുണ്ടായിരിക്കും. അവർ ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വഴിമാറി കൊടുക്കുകയൊന്നുമില്ല. അവർ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിങ്ങനെ നിലനിൽക്കും. അവിടെ അവർ കൂടുതലായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയാണ് വേറ്റ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. Under monopoly, there is only one producer or seller to a particular commodity. മൊണോപ്പൊളിയിൽ ഓൺലി വൺ സെല്ലറെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു പ്രോഡക്റ്റും ഒരു സെല്ലറും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ എന്തായിരിക്കും, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അണ്ടർ മൊണോപ്പൊളി ദ ക്വസ്റ്റ്യൻസ് ഓഫ് പ്രോഡക്ട്സ് ഡിഫറെൻ്റ്. ഇവിടെ മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മൊണോപ്പൊളിയിൽ അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം അറൈസ് ചെയ്യുന്നില്ല, പൊന്തി വരുന്നില്ല. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടായിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും. അണ്ടർ മൊണോപ്പൊളി ദർ ഇസ് നോ കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയിൽ കോമ്പറ്റീഷൻ ഇല്ല. അവിടെ സിംഗിൾ സെല്ലർ ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ദർ ആർ സം ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയിൽ പുതിയ ഫേമുകൾക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാനുള്ള അവസരമില്ല, അല്ലെങ്കിൽ ഈസി അല്ല പുതിയൊരു ഫേമിന് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രി ആണ്, ഫ്രീ എക്സിസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്. ഇൻ ബോത്ത് മാർക്കറ്റ്സ് ഈച്ച് ഫേംസ് ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് റിഗാർഡ് ടു ദ റെസ്പോൺസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റ്. രണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിലും കമ്പനികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നതിൽ, സപ്ലൈയിൽ, എല്ലാത്തിലും അവർക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സിമിലാരിറ്റി. ഇൻ ബോത്ത് എന്നാണ്, ഇമ്പോർട്ട് അല്ല, ഇൻ ബോത്ത്. ഇൻ ബോത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ ഫ്രീ എൻട്രി ആൻഡ് ഗ്യാരൻറ്റീസ് ദാറ്റ് ഫേംസ് ഏൺ നോർമൽ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം. ബോത്ത് സിറ്റുവേഷനിലും ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് ഗ്യാരൻറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് നമ്മൾക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെയും ഡിഫറൻസസ് ആണ്. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റ്സ് ആർ ഐഡൻറ്റിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് ഹോമോജീനിയസ് ആയിരിക്കും അല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ പ്രോഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. അതായത് നമ്മൾക്ക് കൂടുതലായിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് റിയൽ കൺസെപ്റ്റാണ്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അവിടെ
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അത്ര തന്നെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കില്ല. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പെർഫെക്റ്റ് കോമ്പറ്റീഷനോട് അത്ര ഉണ്ടായിരിക്കില്ല. നാലാമത്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് മാർക്കറ്റ് നോളജ് ഉണ്ടായിരിക്കില്ല. സെല്ലിംഗ് കോസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, യാതൊരുവിധ റോളും കളിക്കുന്നില്ല. ഇവിടെ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ സെല്ലിംഗ് കോസ്റ്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ സെല്ലിംഗ് കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.